നിലവിലെ സംഘടനാ സംവിധാനം വെച്ച് മുന്നോട്ടു പോയാൽ ഇനിയും വലിയ തകർച്ചയാണ് കാത്തിരിക്കുന്നതെന്ന് കെ രാഘവൻ MP കത്തിൽ പറയുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിലും എതിരാളികളുടെ കുപ്രചരണങ്ങൾ തടയുന്നതിലും സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യങ്ങൾ വലിയ പോരായ്മയായിരുന്നു. ജംബോ കമ്മിറ്റിയിൽ ഭാരവാഹികളായ ചിലർ വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല. ജംബോ കമ്മിറ്റി ഉടൻ പിരിച്ചുവിട്ട് പ്രവർത്തന പാരമ്പര്യവും ജനബന്ധവും ഉള്ളവരെ ഭാരവാഹികളാക്കണമെന്നും കത്തിൽ കെ രാഘവൻ ആവശ്യപ്പെടുന്നു. കത്തെഴുതിയ കാര്യം കെ രാഘവൻ MP മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. സ്ഥാനത്തിരിക്കുന്നു എന്നല്ലാതെ പലരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അതിൻ്റെ ഫലമായി കൃത്യമായി സംഘടനാ പ്രവർത്തനം നടക്കുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനമില്ല. ഇത് വല്ലാതെ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധം ജംബോ കമ്മിറ്റി എന്ന ആശയം ഒഴിവാക്കി വളരെ ചുരുങ്ങിയ കമ്മിറ്റി. തോൽവിയുടെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്ക് മാത്രമാണെന്ന ചിലരുടെ വാദത്തിൽ കഴമ്പില്ലെന്നും കെ രാഘവൻ MP മാധ്യമങ്ങളോട് പറഞ്ഞു. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരാൾക്ക് മാത്രം വെച്ച് കെട്ടാവുന്നല്ല. ഈ 3 പേർക്കും തുല്യ ഉത്തരവാദിത്വമാണ്. അത് 3 പേർ വിജയിച്ചാലും 3 പേർക്ക് ഉത്തരവാദിത്വം, പരാജയപ്പെട്ടാലും 3 പേർക്ക് ഉത്തരവാദിത്വം. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം 3 പേർ ഷെയർ ചെയ്യേണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ എടുത്ത നിലപാടുകൾ പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിച്ചുവെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. സംഘടനാ സംവിധാനത്തിലെ പോരായ്മയെന്ന അഭിപ്രായത്തിലൂടെ VM സുധീരന്റെ ഏകപക്ഷീയ നിലപാടുകളെയുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത്. ജയേഷ് രാഘവൻ, മീഡിയ 1 കോഴിക്കോട്.